രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സമീപനം എടുക്കുമ്പോൾ പിന്തുണ കൊടുക്കുമ്പോൾ CPM പ്രതികരണങ്ങളിലൂടെ അദ്ദേഹത്തെ ഇപ്പോഴും നേരിട്ട് കൊണ്ടേയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ദുർഗന്ധമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആ ദുർഗന്ധത്തിനടുത്ത് പോയി തടയില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഞങ്ങൾ ഇനി അങ്ങനെ തടയാനില്ല എന്ന് പറയുന്നതിന് പകരം ഒരു ആലങ്കാരികമായ ഭാഷയിൽ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചർമ്മബലം സമ്മതിക്കണം എന്ന് കൂടിയാണ് NN കൃഷ്ണദാസ് പരിഹസിക്കുന്നത്. ആരോപണമല്ല, അതൊക്കെ വാസ്തവമാണ്. കാരണം ആരോപണങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാം. എൻ്റെ നേർക്ക് ബോധപൂർവം കെട്ടിച്ചമച്ചതാണ്. ഇന്നുവരെ അദ്ദേഹം അത് സമൂഹത്തിൻ്റെ മുമ്പിൽ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആരോപണങ്ങളല്ല, അതൊക്കെ സംഭവിച്ചതാണ്, വാസ്തവമാണ് എന്ന് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നു. ഇത് എന്നിട്ടും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ച് ഇവിടെ അവതരിപ്പിച്ച് സംരക്ഷിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചർമ്മബലത്തെ സമ്മതിച്ചേ പറ്റൂ. ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ള സ്ഥിതിക്ക് സാധാരണ മനുഷ്യരുടെ മുമ്പിലേക്ക് മനുഷ്യരെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. സാജിദ് അജ്മൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പാലക്കാട്ട് നിന്ന്. സാജിദ്, CPM കൈക്കൊണ്ടൊരു നയം അങ്ങനെ പ്രതിഷേധത്തിലേക്കോ തടയലിലേക്കോ പോകണ്ട, ഇങ്ങനെ പരിഹസിച്ചും വിമർശിച്ചുമൊക്കെ തളർത്താമെന്നാണെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു അനൗൺസ്മെന്റ് നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ NN കൃഷ്ണദാസ് കുറെ കൂടി കടത്തി പരിഹസിക്കുന്നു, ദുർഗന്ധമാണ്, പക്ഷെ അടുത്തു പോയി തടയാൻ ഞങ്ങളില്ല. അപ്പൊ എന്താണ് CPM-ന്റെ പുതിയ നീക്കങ്ങൾ? സൈഫുദ്ദീൻ, CPM അദ്ദേഹത്തെ തടയില്ലെന്ന് പറയുകയും എന്നാൽ പോഷക സംഘടനകൾ പ്രത്യേകിച്ച് DYFIയും SFIയും ഉൾപ്പെടെ ശക്തമായ സമരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് രാഹുൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന രാഹുൽ DYFIയുടെ സമരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകുമെന്നുള്ളതാണ് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോയി തടയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ പൊതുപരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA എന്ന നിലയ്ക്ക് ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യുകയോ സർക്കാർ പരിപാടിയിൽ അധ്യക്ഷനാകുകയോ ഒക്കെ ചെയ്താൽ ആ സമയത്ത് തടയുമെന്നുള്ളതാണ്. എന്തായാലും MLA ഓഫീസിലേക്ക് വരുന്നതും തടയുന്നില്ല. അതിന് NN കൃഷ്ണദാസ് പറയുന്നത് ഈ വലിയ ദുർഗന്ധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുകൊണ്ട് ആ ദുർഗന്ധത്തിന്റെ അടുത്ത് പോയി തടയാൻ തങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പിന്തുണയോടെയും ആശീർവാദത്തോടെയും കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് എത്തിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിലേക്ക് എത്തിക്കണം എന്ന് ഈ പ്രാദേശിക നേതാക്കളും DCC നേതൃത്വവും അത് ഈ ഒരുപക്ഷെ ഈ VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും രണ്ട് ഗ്രൂപ്പാണ് എന്നും അവർ രണ്ട് തട്ടിലാണ് എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ ഇങ്ങോട്ട് എത്തിക്കണമെന്ന നിലപാടാണ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. രാഹുൽ അനന്തമായി ഇങ്ങനെ രാജിവെക്കുകയുമില്ല, അനന്തമായി മണ്ഡലത്തിലേക്ക് വരാതിരുന്നാൽ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ബാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗും രാഹുലിനെ എത്തിക്കണമെന്ന് KPCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഒരു പക്ഷേ രാഹുലിന്റെ ഒരു വിശദമായ പ്രതികരണം ഈ നേതാക്കളുടെ അറിവോട് കൂടി ഉണ്ടാകാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത്. ഈ പിന്നീട് പറയാം എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ശബ്ദ സന്ദേശം രാഹുലിൻ്റേത് തന്നെയാണോ എന്ന് അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിശദമായി പിന്നീട് മാധ്യമങ്ങളോട് പറയാമെന്നാണ് രാഹുൽ പറയുന്നത്. എന്തായാലും രാഹുലിന്റെ ഓരോ നീക്കങ്ങളും ഈ നേതൃത്വത്തെ കൂടി അറിയിച്ചും നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു MLA എന്ന നിലയ്ക്ക് രാഹുലുമായി സഹകരിക്കണം എന്നുള്ളതാണ് DCC തീരുമാനിച്ചിരിക്കുന്നത്. KPCC അങ്ങനെ തന്നെയാണ് DCCക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ണാർക്കാട്ടേക്കാണ് പോകുന്നത്. ഇന്നലെ അന്തരിച്ച KPCC സെക്രട്ടറി PJ പൗലോസിന്റെ ഈ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതായത് മണ്ണാർക്കാട് എത്തും. അവിടേക്ക് ഏതാണ്ട് അതേ സമയത്ത് തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും എത്തുക. അദ്ദേഹം ഒരുപക്ഷെ MLA ഓഫീസിലും എത്തും. ഇന്ന് ഈ ജില്ലയ്ക്ക് പുറത്ത് പോയി ചില വ്യക്തികളെ കാണാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇന്ന് എന്തായാലും DYFIയുടെ ഒരു പ്രതിഷേധം ഒരുപക്ഷെ നഗരത്തിലുണ്ടാകാൻ, രാഹുലിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവില്ല. BJP ഇനി എന്താണ്, അത് രാഹുൽ രാജിവെക്കും വരെ സമരം MLA ഓഫീസിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ ഇതെല്ലാം തന്നെ രാഹുൽ വളരെ സുഖമായി എല്ലാം ചെയ്തു. ഇനി BJP ഏത് രീതിയിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് BJP സംസ്ഥാന അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ 8:30 മാധ്യമങ്ങളോട് വിശദീകരിക്കും. സൈഫുദ്ദീൻ, ജിൽസി. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും